ആംസ്റ്റർഡാമിൽ ഞാൻ താമസിക്കുന്ന എക്സ്ചേഞ്ച് ഹോട്ടലിലെ മുറിയാണിത്. നഗരത്തിൽ ഒരു കറക്കത്തിനു ശേഷം തിരിച്ചെത്തിയിരിക്കുകയാണിവിടെ. ബാഗ് പാക്ക് ചെയ്തു. ഉടനെ ചെക്കൗട്ട് ചെയ്യുകയാണ്. ഈ രാജ്യത്തു നിന്ന് തന്നെ മടങ്ങാൻ നേരമായി. മുറി പൂട്ടി ബാഗെല്ലാം എടുത്ത് റിസപ്ഷനിലേക്ക് നടന്നു. 6-ാം നിലയിലാണ് എന്റെ മുറി. 2 ലിഫ്റ്റ് മാറിക്കയറണം. ഇനി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിൻ പിടിച്ചു വേണം എയർപോർട്ടിലേക്ക് പോകാൻ. റിസപ്ഷനിലേക്കെത്തി. ചെക്കൗട്ട് നടപടികളെല്ലാം പൂർത്തിയാക്കി. പേയ്മെന്റ് എല്ലാം അഡ്വാൻസ് ആയിരുന്നു. റിസപ്ഷനിൽ ഉള്ളവരോട് യാത്ര പറഞ്ഞ് തെരുവിലേക്ക് നടന്നു. സെൻട്രൽ സ്റ്റേഷനിൽ ചെന്നിട്ട് ട്രെയിൻ പിടിച്ചു വേണം എയർപോർട്ടിലേക്ക് പോകാൻ. ദാംറാഗ് സ്ട്രീറ്റാണിത്. ഇവിടം പതിവ് പോലെ ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരെ പ്രതീക്ഷിച്ച് സൈക്കിൾ റിക്ഷകൾ കിടക്കുന്നു. ഇന്ധന ഉപയോഗം കുറയ്ക്കുന്നതിലേക്ക് വികസിത രാജ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സൈക്കിളുകൾ, സൈക്കിൾ റിക്ഷകൾ, ചരക്ക് കൊണ്ടുപോകുന്ന സൈക്കിളുകൾ എന്നിവയെല്ലാമാണ് വ്യാപകമായുള്ളത്. കാറുകൾ നിരത്തിൽ അപൂർവമായേ കാണുന്നുള്ളൂ. അങ്ങകലെ കാണുന്ന കെട്ടിടനിരകൾക്കും ഈ റോഡിനുമിടയിലൂടെ കനാലുകളുണ്ട്. അതിൽ ബോട്ടുകൾ വിശ്രമിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഗംഭീരമായ കെട്ടിടങ്ങൾ. ടൂറിസത്തിനായി സർവ്വസജ്ജമാണ് നഗരം. ഒരു വർഷത്തിൽ 1/2 കോടിയിലേറെ ടൂറിസ്റ്റുകൾ എത്തുന്ന നഗരമാണിത്. ആംസ്റ്റർഡാം കാണാൻ ടൂറിസ്റ്റുകൾ ഒഴുകുകയാണ് ഓരോ ദിവസവും. അതിൽ കൂടുതൽ പേരും യൂറോപ്പിൽ നിന്നുള്ളവർ തന്നെയാണ്. നടന്നു ചെല്ലുമ്പോൾ ഇവിടെ ഒരു വാഹനമുണ്ട്. ഒരു ചെറിയ വണ്ടി. 2 പേർക്ക് യാത്ര ചെയ്യാവുന്ന വാഹനമാണ്. എസ്ട്രിമ ബിറോ എന്നാണ് ഇതിന്റെ പേര്. ലോകത്ത് സ്ഥിരം യാത്രകൾക്ക് ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ 4 വീൽ വാഹനം ഇതാണ്. കാറിന്റെ രൂപമാണെങ്കിലും ഇലക്ട്രിക് മൊപ്പഡ് ഗണത്തിലാണ് ഇത് ഉൾപ്പെടുന്നത്. ബാറ്ററി കൊണ്ടാണ് പ്രവർത്തനം. ഇറ്റലിയിൽ 2008 പ്രവർത്തനം ആരംഭിച്ച സ്റ്റാർട്ടപ്പ് കമ്പനിയായ എസ്ട്രിമയാണ് ബിറോയുടെ നിർമ്മാതാക്കൾ. 50 cc എഞ്ചിനാണ് ഇതിനുള്ളത്. മണിക്കൂറിൽ 45 കിലോമീറ്ററാണ് പരമാവധി വേഗം. ഇറ്റലിയിലാണ് ഇപ്പോൾ ഏറ്റവും അധികം ബിറോകൾ ഉപയോഗത്തിലുള്ളത്. അവിടെ ലൈസൻസ് ഉള്ള 14 വയസ്സ് പൂർത്തിയായ ആർക്കും ഇതുപയോഗിക്കാം. ഇത്തരം വാഹനങ്ങൾ എന്തുകൊണ്ടാണാവോ നമ്മുടെ നാട്ടിൽ വരാത്തത്? ഈ തെരുവിലൂടെയെല്ലാം നടന്നു പോകുന്നവരുടെ ബാഹുല്യം എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. പാതയുടെ മധ്യത്തിലൂടെ ട്രാമുകൾ പോകുന്നു. വശങ്ങളാകട്ടെ പൂർണ്ണമായും ആളുകൾക്ക് നടക്കാനായി മാറ്റിവെച്ചിരിക്കുകയാണ്. എറണാകുളത്ത് മുകളിലൂടെ മെട്രോയോടുന്ന എല്ലാ പാതകളും നടക്കാനുള്ള പാത ആക്കാവുന്നതേയുള്ളൂ. വികസനം മുന്നോട്ടു പോകുമ്പോൾ കാറുകളുടെ എണ്ണമല്ല വർദ്ധിക്കുക. നടക്കുന്നവരുടെയും സൈക്കിളിൽ പോകുന്നവരുടെയും എണ്ണം കൂടും. അതിന് യോജ്യമായ ട്രാക്കുകളാക്കി നമ്മുടെ റോഡുകളെ ഇപ്പോഴേ മാറ്റേണ്ടതുണ്ട്. ഞാൻ റെയിൽവേ സ്റ്റേഷനടുത്തേക്ക് നടന്നു. അധിക ദൂരമില്ല അവിടേക്ക്. സ്റ്റേഷന് മുന്നിലെ വലിയ സ്ക്വയറിൽ കാണുന്നവരിൽ ഭൂരിഭാഗവും ടൂറിസ്റ്റുകളാണ്. കയ്യിലിരിക്കുന്ന ക്യാമറയും ഷോപ്പിംഗ് ബാഗുകളുമെല്ലാം അവരുടെ അടയാളമാണ്. പല നാടുകളിൽ നിന്നും എത്തിയവർ. ഈ രാജ്യത്തേക്ക് ഒരു ദിവസം എത്തുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം എത്രയാണെന്ന് ചിന്തിക്കുക. ടിക്കറ്റ് കൈവശമുണ്ടെങ്കിൽ സെൻട്രൽ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് നേരെ ഇതുവഴി ഇറങ്ങാം. റോഡും സ്ക്വയറുമെല്ലാം ക്രോസ് ചെയ്തുള്ള സബ്വേ ആണ് ഇത്. എനിക്ക് ടിക്കറ്റ് എടുക്കുകയും ടൈം ടേബിൾ നോക്കുകയും വേണം. ഷിഫോൾ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്ര മണിക്കാണ് ട്രെയിൻ ഉള്ളതെന്നറിയില്ല. ഇപ്പോൾ സമയം 11:30. സ്റ്റേഷനിലെത്തിയപ്പോൾ 12:08 ഷിഫോൾ വഴി ബ്രഡയിലേക്ക് പോകുന്ന ഒരു ട്രെയിൻ ഉണ്ടെന്ന് കണ്ടു. ഇതെല്ലാം ടിക്കറ്റിംഗ് മെഷീനുകളാണ്. അതിൽ നിന്നും ടിക്കറ്റ് എടുക്കാം. ഡൊമസ്റ്റിക് ട്രെയിനുകൾക്ക് ഇത്തരം മെഷീനുകളിൽ നിന്നും ടിക്കറ്റ് എടുക്കാനാവൂ. ഞാൻ ടിക്കറ്റ് എടുത്തു. ഇതാണ് ക്രെഡിറ്റ് കാർഡിന്റെ രൂപമുള്ള ടിക്കറ്റ്. അത് ഗേറ്റിലെ സെൻസറിൽ തൊടുവിച്ചാലേ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാനാവൂ. പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നവർ ക്യൂ നിൽക്കുന്നു. ഞാനും അവിടേക്ക് ചെന്നു. കാർഡിട്ട് ഗേറ്റ് തുറന്ന് ഞാൻ താഴേക്കിറങ്ങി. ഭൂമിക്കടിയിലാണ് ഈ ഭാഗം.
തലയ്ക്ക് മുകളിലൂടെയാണ് പാളങ്ങളുള്ളത്. യൂറോപ്പിലെ മിക്ക റെയിൽവേ സ്റ്റേഷനുകളിലെയും പ്രധാന ഭാഗം പാളങ്ങൾക്ക് ചുവട്ടിലായിരിക്കും. 13-14 പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇവിടെ നിന്നും കയറാം. 12:08 ബ്രഡയിലേക്ക് ഷിഫോൾ എയർപോർട്ട് വഴി പോകുന്ന ഇന്റർസിറ്റി എത്തുമെന്ന് ബോർഡ്. ഞാൻ എസ്കലേറ്ററിൽ കയറി 14-ാം പ്ലാറ്റ്ഫോമിലേക്ക് നീങ്ങി. എല്ലാ ഭാഗത്തുമുണ്ട് ഇത്തരം എസ്കലേറ്ററുകൾ. കയറിയെത്തുന്നത് പ്ലാറ്റ്ഫോമിലേക്കാണ്. വലിയ ആൾത്തിരക്കില്ല. ട്രെയിനൊന്നും വന്ന് കിടക്കുന്നുമില്ല. നേരം 11:50 ആയിട്ടേയുള്ളൂ. 1-2 പേർ അവിടെ ഇരിക്കുന്നുണ്ട്. കവേർഡ് പ്ലാറ്റ്ഫോമാണ്. അങ്ങനെ നിൽക്കെ നേരത്തെ വന്ന് കിടക്കുന്ന ഒരു ട്രെയിൻ കണ്ടു. ഞാൻ അതിനകത്തേക്ക് ചെന്നു. അടഞ്ഞുകിടക്കുന്ന വാതിൽ തുറന്നു കയറി. ഈ ട്രെയിൻ 12 മണിക്ക് തന്നെ ഷിഫോളിലേക്ക് പോകുന്നതാണ്. അല്പം നേരത്തെ ഇതിൽ തന്നെ പോയേക്കാമെന്ന് തീരുമാനിച്ചു. ട്രെയിനിനകത്ത് അധികം ആളില്ല. സീറ്റുകളെല്ലാം തന്നെ ഒഴിഞ്ഞുകിടക്കുന്നു. ഞാൻ ഒരു സീറ്റ് പിടിച്ചു. കൃത്യം 12 മണിക്ക് ട്രെയിൻ പുറപ്പെട്ടു. ഷിഫോൾ സ്റ്റേഷൻ എത്തുന്നതിന് മുൻപ് 2 സ്റ്റേഷനുകളുണ്ട്. മനോഹരമാണ് ട്രെയിനിന്റെ ഉൾഭാഗം. ജനസംഖ്യ കുറഞ്ഞ നാടാണെന്നതാവാം ഈ വൃത്തിയുടെ ഒരു കാരണം. നമ്മുടെ നാട്ടിലും ജനപ്പെരുപ്പം കുറച്ചാൽ മാത്രമേ വൃത്തിയും ഭംഗിയുമുള്ള സംവിധാനങ്ങൾ പൂർണ്ണതോതിൽ നടപ്പാക്കാനാവൂ എന്ന കാര്യം ഉറപ്പാണ്. നഗരഹൃദയം പിന്നിടുന്നതോടെ വ്യവസായ കേന്ദ്രങ്ങളും വലിയ വാണിജ്യ സ്ഥാപനങ്ങളുമൊക്കെ കണ്ടു തുടങ്ങുന്നു. അവിടെ ജോലിക്കെത്തിയവർ വന്ന കാറുകൾ നിരന്നുകിടക്കുന്നു. ട്രെയിനിന്റെ യാർഡുകൾ, നിരവധിയായ ട്രാക്കുകൾ. ഇവിടെ ഈ കിടക്കുന്നതെല്ലാം മോഡേൺ ട്രെയിനുകളാണ്. അടുത്തതായി സ്ലോട്ടർ ഡീക്ക് എന്നൊരു സ്റ്റേഷനിലേക്കാണ് എത്തുക. ആംസ്റ്റർഡാം നഗരത്തിന്റെ പുറം ഭാഗത്തേക്ക് എത്തുമ്പോൾ ഓരോ കെട്ടിടവും അതിന്റെ പാർക്കിങ്ങും പരിസരവുമൊക്കെ വളരെ പ്രൊഫഷണലായാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് കാണാം. ഇവിടെയുമുണ്ട് കനാലുകൾ. അതിനു മുകളിലൂടെ തൂണുകളിൽ ഉയർത്തിയ പാതകൾ കടന്നുപോകുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ നെതർലൻഡ്സ് വളരെ മുന്നിലാണ്. ഡച്ച് കോളനികളുടെ സുവർണകാലത്ത് ഈ നാട്ടിലേക്ക് ഒഴുകി വന്ന പണത്തെക്കുറിച്ചൊക്കെ പറയാമെങ്കിലും 2-ാം ലോകമഹായുദ്ധകാലത്ത് ഇവരുടെയും സാമ്പത്തിക രംഗം ആകെ തകർന്നടിഞ്ഞിരുന്നു. യുദ്ധാനന്തരം വീണ്ടും ഇവരൊക്കെ വലിയ വളർച്ച നേടിയത് കോളനികളിൽ നിന്നുള്ള പണം കൊണ്ടല്ല, അത്യാധ്വാനം കൊണ്ടും ബുദ്ധിപരമായ നീക്കങ്ങൾ കൊണ്ടുമാണ്. അക്കാര്യം നമ്മൾ പലപ്പോഴും വിസ്മരിക്കുന്നുണ്ട്. വണ്ടി സ്ലോട്ടർ ഡീക്ക് സ്റ്റേഷനിലെത്തി. ആംസ്റ്റർഡാം സെൻട്രൽ കഴിഞ്ഞാൽ നഗരപരിധിയിലുള്ള ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ സ്ലോട്ടർ ഡീക്കാണ്. 1956-ലായിരുന്നു ഇതിന്റെ നിർമ്മാണം. ട്രെയിൻ വീണ്ടും നീങ്ങിത്തുടങ്ങി. ആംസ്റ്റർഡാമിന്റെ നഗരപ്രാന്തങ്ങൾ തന്നെയാണ് ഇതെല്ലാം. പലതരം കവേർഡ് പ്ലാറ്റ്ഫോമുകൾ. അതിലൂടെയൊക്കെ ട്രെയിൻ വരുന്നതാണ്. ഇപ്പോഴും വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് സ്ലോട്ടർ ഡീക്ക്. 2012-ൽ ഈ സ്റ്റേഷനിൽ വെച്ച് 2 ട്രെയിനുകൾ കൂട്ടിയിടിച്ച് 100-ലേറെ പേർക്ക് പരിക്കേറ്റിരുന്നു. നടപ്പാതകൾ, റോഡുകൾ, റെയിൽ പാളങ്ങൾ, ട്രാം പാളങ്ങൾ, പുല്ലുപിടിപ്പിച്ച പാതയോരങ്ങൾ, തണൽ മരങ്ങൾ അതിരിടുന്ന സൈക്കിൾ ട്രാക്കുകൾ എന്നിവയെല്ലാമുണ്ട്. ലെലിലാൻ എന്നൊരു സ്റ്റേഷൻ കൂടി പിന്നിട്ടു. എല്ലാ റോഡുകളുടെയും 2 ഭാഗത്തും ചുവന്ന നിറത്തിലുള്ള ട്രാക്കുകൾ കാണാം. അത് സൈക്കിൾ യാത്രികർക്കുള്ളതാണ്. അങ്ങനെ സൈക്കിളുകാർക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. ആംസ്റ്റർഡാം ബൈസിക്കിൾ കൾച്ചർ എന്നൊരു പ്രയോഗം തന്നെയുണ്ട്. യൂറോപ്പിലെ മിക്ക നഗരങ്ങളിലും ധാരാളം സൈക്കിളുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആംസ്റ്റർഡാം അക്കാര്യത്തിൽ ഏറെ മുന്നിലാണ്. സൈക്ലിസ്റ്റുകൾക്ക് ലോക നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന പട്ടണമാണിത്. അതിനാൽ നഗരത്തിൽ മോട്ടോർ വാഹനങ്ങളിൽ നിന്നുള്ള മലിനീകരണം വലിയ തോതിൽ കുറയ്ക്കാനായിരിക്കുന്നു. ഇപ്പോൾ വലതുവശത്ത് വലിയൊരു ഹൈവേ കാണാം.
ബെൽജിയൻ അതിർത്തിയിലേക്ക് നീണ്ടുപോകുന്ന പാതയാണ്. നെതർലൻഡ്സിന്റെ തെക്കൻ ഭാഗത്തേക്ക് നീളുന്ന പാത. രാജ്യാന്തര പാതയാണത്. അടുത്തതായി ട്രെയിൻ എത്തുക ഷിഫോൾ എയർപോർട്ട് സ്റ്റേഷനിലേക്കാണ്. യൂറോപ്പിലെ ഏറ്റവും തിരക്കുള്ള എയർപോർട്ടുകളിലൊന്നാണ് ആംസ്റ്റർഡാമിലേത്. ട്രെയിൻ ഷിഫോൾ സ്റ്റേഷനിലേക്കെത്തി. ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ ഇവിടെ ഇറങ്ങുകയാണ്. ഞാൻ അവിടെ ഇറങ്ങി. ട്രെയിനിലെ യാത്രികരിൽ ഭൂരിഭാഗവും എയർപോർട്ടിലേക്ക് വന്നവരാണെന്ന് മനസ്സിലായി. ഈ എസ്കലേറ്ററിലൂടെ കയറിയാൽ ഷിഫോളിന്റെ ഡിപ്പാർച്ചർ ടെർമിനലിലേക്കാണ് എത്തുക. അത്രയ്ക്ക് സൗകര്യപ്രദമാണ് സംവിധാനങ്ങൾ. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഞാൻ ചെക്ക് ഇൻ ചെയ്യാനായി നടന്നു. ഖത്തർ എയർവേസിന്റെ കൗണ്ടർ കണ്ടുപിടിക്കണം. ദോഹയിലേക്ക് 4:15 ഫ്ലൈറ്റ് എന്ന് ബോർഡിൽ കാണാം. ഡിപ്പാർച്ചർ 3 എന്ന ടെർമിനലിലേക്കാണ് പോകേണ്ടത്. ചെക്ക് ഇൻ ചെയ്തു. ബോർഡിംഗ് പാസ് കിട്ടി. ഇനി ഡിപ്പാർച്ചർ 3ലേക്ക് പോകണം. ഡിപ്പാർച്ചർ 3ലെ ഗേറ്റ് F9-ൽ നിന്നുമാണ് എനിക്ക് വിമാനത്തിലേക്ക് കയറാനാവുക. ഇത്തരം എയർപോർട്ടുകളുടെയെല്ലാം പ്രത്യേകത അത് അതിവിസ്തൃതമായ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുകയാണ് എന്നതാണ്. ട്രെയിൻ ഇറങ്ങിയിടത്തു നിന്നും കുറേയേറെ സഞ്ചരിച്ചു കഴിഞ്ഞു. 6887 ഏക്കർ പ്രദേശത്ത് വ്യാപിച്ചു നിൽക്കുകയാണ് ഈ എയർപോർട്ട്. പല പല ഭാഗങ്ങളിലൂടെ കടന്ന് ഡിപ്പാർച്ചർ 3ലേക്കെത്തി. ഇനിയും കുറേ നേരം കാത്തു നിൽക്കണം. ഒറ്റ ടെർമിനൽ കൺസെപ്റ്റിലുള്ള എയർപോർട്ടാണിത്. ഒറ്റ മേൽക്കൂരയ്ക്ക് കീഴെയുള്ള അതിവിശാലമായ എയർപോർട്ട്. F വിഭാഗത്തിലുള്ള ഗേറ്റുകളുടെ ഭാഗമാണിത്. അതിൽ F9 കണ്ടുപിടിക്കണം. രസകരമായൊരു ചരിത്രമാണ് ഈ എയർപോർട്ടിനുള്ളത്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ വലിയൊരു തടാകമുണ്ടായിരുന്നിടത്താണ് ഇപ്പോൾ വിമാനത്താവളം നിലകൊള്ളുന്നത്. തടാകത്തിന്റെ ഒരു ഭാഗം ആദ്യം മണ്ണിട്ട് നികത്തി. പിന്നീട് അവിടെ ഒരു കോട്ട നിർമ്മിക്കപ്പെട്ടു. ആംസ്റ്റർഡാമിന്റെ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള കോട്ടയായിരുന്നു അത്. 1-ാം ലോകമഹായുദ്ധകാലത്ത് കോട്ട നിന്നിരുന്ന ഭാഗം ഒരു മിലിറ്ററി എയർബേസ് ആക്കി മാറ്റി. അന്ന് വലിയൊരു സൈനിക താവളവും ഇവിടെ ഉണ്ടായിരുന്നു. യുദ്ധാനന്തരം സിവിലിയൻ വിമാനങ്ങൾ വന്നിറങ്ങുന്ന സ്ഥലമായി ആ എയർബേസ് മാറി. പിന്നെ പടിപടിയായുള്ള വളർച്ചയായിരുന്നു. 2-ാം ലോകമഹായുദ്ധത്തിനു ശേഷം എയർപോർട്ട് വലിയ തോതിൽ വികസിപ്പിച്ചു. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടാക്കി ആധുനിക സൗകര്യങ്ങളോടെ ഇതിനെ മാറ്റിയെടുത്തത് 1990-കളിലാണ്. ഇപ്പോൾ വർഷം തോറും 7 കോടിയിലധികം യാത്രക്കാർ ഷിഫോൾ ഇന്റർനാഷണൽ എയർപോർട്ട് വഴി കടന്നു പോകുന്നുണ്ട്. ഖത്തർ എയർവേസിന്റെ ജീവനക്കാരികൾ യൂണിഫോം അണിഞ്ഞ് കൗണ്ടറിൽ കാത്തു നിൽക്കുന്നുണ്ട്. നേരം 3:30 ഗേറ്റ് തുറന്നു. മറ്റു യാത്രക്കാർക്ക് പിന്നാലെ ഞാനും വിമാനത്തിനുള്ളിലേക്ക് നടന്നു. ഈ മടക്കയാത്രയിൽ സീറ്റ് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ആംസ്റ്റർഡാമിൽ നിന്നും ഖത്തർ വരെ വിമാനത്തിൽ ആളുകൾ വളരെ കുറവാണെന്ന് മനസ്സിലാക്കിയിരുന്നു. പകുതി സീറ്റിലും ആളുണ്ടാവില്ല. അതിനാൽ ഒഴിവുള്ള സീറ്റുകളിൽ സൗകര്യപൂർവ്വം ഇരിക്കാം. ഭക്ഷണം കഴിക്കുക എന്ന ഉദ്ദേശത്തോടെയല്ല ഞാൻ വിമാനത്തിലെ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യാറുള്ളത്. സഞ്ചാരം ഷൂട്ടിങ്ങിനു വേണ്ടിയുള്ള ദീർഘയാത്രയിൽ വിശ്രമിക്കാനാണത്. എന്റെ തൊട്ടടുത്ത് 2 സീറ്റുകൾ ഒഴിവാക്കിയിട്ട് തന്നിട്ടുണ്ട്. യൂറോപ്യരായ യാത്രികർ തന്നെയാണ് കൂടുതലും. അപൂർവം ഇന്ത്യക്കാരുമുണ്ട്. പല സീറ്റുകളും ഒഴിഞ്ഞുകിടക്കുന്നു. പുറത്ത് KLM-ന്റെ ഒരു വിമാനം കിടക്കുന്നുണ്ട്. അതിലേക്ക് ചരക്കു കയറ്റുന്നതും ഇറക്കുന്നതുമെല്ലാം കാണാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 301 ഡെസ്റ്റിനേഷനുകളിലേക്ക് ഈ എയർപോർട്ടിൽ നിന്നും വിമാനങ്ങളുണ്ട്.
ഇവിടെയുള്ള മറ്റൊരു കാഴ്ച ജീവനുള്ള മൃഗങ്ങളെ കൊണ്ടുപോകുന്ന കണ്ടെയ്നറുകളാണ്. പട്ടി, പൂച്ച തുടങ്ങിയവയെല്ലാം ഇത്തരം കണ്ടെയ്നറുകളിലാക്കിയാണ് വിമാനത്തിൽ കയറ്റുക. പശുക്കളെ വരെ ഈ വിധം കൊണ്ടുപോകാറുണ്ട്. നെതർലൻഡ്സിൽ നിന്നും അത്യുൽപാദന ശേഷിയുള്ള ധാരാളം പശുക്കൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും എത്തുന്നുണ്ട്. കൃത്യം 4:30 തന്നെ വിമാനം പുറപ്പെട്ടു. ഇങ്ങോട്ട് വരുമ്പോൾ വിമാനം അല്പം വൈകിയെങ്കിലും മടക്കയാത്രയിൽ ആ പ്രശ്നം ഉണ്ടാകുന്നില്ല. ആംസ്റ്റർഡാം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വിമാനം ഖത്തർ ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. 6 റൺവേകളുണ്ട് ഈ എയർപോർട്ടിൽ. ഇപ്പോൾ ഇവിടെയുള്ള ഏറ്റവും പഴയ റൺവേ 1945 നിർമ്മിച്ചതാണ്. ഏറ്റവും പുതിയത് 2003 പണിതതും. തലങ്ങും വിലങ്ങും വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാം. ആകാശത്തുനിന്ന് നോക്കുമ്പോൾ ആ വിധം റൺവേകൾ കിടക്കുന്നത് കാണാവുന്നതാണ്. കൊച്ചിയിലും മറ്റുമുള്ളതുപോലെ റീകാർപ്പറ്റിംഗ് നടക്കുമ്പോൾ റൺവേ അടച്ചിടുകയും വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയും ചെയ്യേണ്ട ആവശ്യം ഇവിടെയില്ല. പല റൺവേകൾ ഉള്ളതുകൊണ്ട് ഒന്നിൽ പണി നടക്കുമ്പോൾ മറ്റുള്ളവയിൽ വിമാനമിറക്കാനും ടേക്ക് ഓഫിനും കഴിയും. ഇവരൊക്കെ ദീർഘവീക്ഷണത്തോടെ പണ്ടേ തന്നെ അതിനുള്ള ലാൻഡ് അക്വയർ ചെയ്തിട്ടിരുന്നു. നമുക്ക് പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയും മറ്റും മൂലം ഒരു റൺവേ പണിയാനുള്ള ഭൂമി പോലും അക്വയർ ചെയ്യാൻ കഴിയാറില്ല. ആംസ്റ്റർഡാമിന്റെ മണ്ണിനോട് ഞാൻ വിട പറഞ്ഞു. ഇനി എന്തെങ്കിലും ആംസ്റ്റർഡാമിലേക്ക് വരാൻ സാധ്യതയുണ്ടോ എന്നറിയില്ല. ഇതിനകം ഞാൻ പലതവണ വന്നിട്ടുള്ള രാജ്യമാണിത്. ഈ യാത്രയിൽ നല്ല ദൃശ്യങ്ങൾ ലഭിച്ചതിന്റെ സംതൃപ്തിയോടെയാണ് മടക്കം. വിമാനം ഉയരുമ്പോൾ എയർപോർട്ടിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാം. ഷിഫോൾ എന്ന പ്രദേശമാണ് ഇത്. ഹോട്ടലുകളും വ്യവസായ കേന്ദ്രങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും കൃഷിയിടങ്ങളും ജലാശയങ്ങളുമെല്ലാമുള്ള വലിയൊരു പ്രദേശം. ഒരു വ്യാവസായിക മേഖലയാണ് ഷിഫോൾ. നിരവധി ഫാക്ടറികളുണ്ട് ഇവിടെ. ആംസ്റ്റർഡാം നഗരത്തിൽ നിന്ന് തെക്കുകിഴക്കുള്ള ഒരു പ്രദേശമാണിത്. വ്യവസായ സ്ഥാപനങ്ങളാണ് കൂടുതലെങ്കിലും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ താഴെ കാണാം. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇവിടമെല്ലാം രൂപപ്പെടുത്തിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ആകാശക്കാഴ്ച. ഒരു മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള രൂപീകരണം. തോന്നുന്നിടത്തെല്ലാം കെട്ടിടങ്ങൾ തോന്നും വിധം പണിതു വച്ചിട്ടില്ല. ചിലയിടത്ത് ജലാശയങ്ങൾ, അതിനുള്ളിൽ അനേകം തുരുത്തുകൾ കാണാം. ഇങ്ങനെ തുരുത്തുകൾ രൂപപ്പെടുത്തിയാണ് ഡച്ചുകാർ തങ്ങളുടെ രാജ്യത്തിന്റെ വലിയൊരു ഭാഗം തന്നെ ഉണ്ടാക്കിയെടുത്തത്. കെട്ടിടങ്ങളൊന്നും നിർമ്മിക്കാതെ പച്ചപ്പിനായി വിട്ടുകൊടുത്തിരിക്കുന്ന തുരുത്തുകളും അതിലുണ്ട്. മേഘപ്പാളികൾ ഇടയ്ക്കിടെ താഴെയുള്ള കാഴ്ചകൾ മറയ്ക്കുന്നു. ആംസ്റ്റർഡാമിന് മുകളിലൂടെ വിമാനം ഒന്ന് വട്ടം കറങ്ങിയാണ് പോകുന്നത്. മേഘമേലാപ്പിനുള്ളിലൂടെ ആംസ്റ്റർഡാമിന്റെ കാഴ്ചകളിലേക്ക് ഞാൻ ക്യാമറ തിരിച്ചുവച്ചു. 2019 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള നഗരമാണ് ആംസ്റ്റർഡാം. അതിൽ 165 ചതുരശ്ര കിലോമീറ്റർ മാത്രമേ കരഭാഗമുള്ളൂ. ബാക്കിയുള്ളതത്രയും കനാലുകളും ജലാശയങ്ങളുമാണ്. നഗരം എത്ര കൃത്യതയോടെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഈ ആകാശക്കാഴ്ചയിൽ വ്യക്തമാണ്. കാഴ്ചകൾ ഏതാണ്ട് മറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ സീറ്റിനിടയിലെ ഹാൻഡ് റെസ്റ്റ് പൊക്കിവെച്ച് ഒന്ന് കിടക്കാനുള്ള വട്ടം കൂട്ടി. മറ്റു പലരും ഉറക്കത്തിലായിക്കഴിഞ്ഞു. വേറെ ചിലരാകട്ടെ മൊബൈലിന്റെ ലോകത്താണ്. വിമാനത്തിലെ സ്ക്രീനിൽ തന്നെ സിനിമകളുണ്ട്. ഇനിയൊന്ന് സുഖമായി ഉറങ്ങിയാലോ എന്ന ചിന്തയിലാണ്ട് ഞാനിരിക്കവേ എയർ ക്രൂ ഭക്ഷണത്തിന് മുന്നോടിയായി ഡ്രിങ്ക്സ് വിളമ്പാൻ തുടങ്ങി. ദോഹയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറക്കുന്ന വിമാനങ്ങളിൽ ഭക്ഷണം ആദ്യം വിളമ്പിയ ശേഷമേ മദ്യവും മറ്റു പാനീയങ്ങളും എത്തുകയുള്ളൂ. അല്ലെങ്കിൽ പലരുടെയും പ്രധാന പരിപാടി മദ്യപാനം തന്നെയാവും. ഇവിടെയാകട്ടെ ഡ്രിങ്ക്സ് ആദ്യം എത്തിയിരിക്കുന്നു. വൈനും വീര്യം കൂടിയ മദ്യവുമെല്ലാം കിട്ടും.
ചിലർ വൈൻ ആവശ്യപ്പെടുന്നു. മറ്റു ചിലർ വിസ്കിയോ ബ്രാൻഡിയോ ആവശ്യപ്പെടുന്നു. ഇവിടെയൊക്കെ വിമാനയാത്രയിൽ ഞാൻ കാണുന്നത് യാത്രികർ കൂടുതൽ ഡ്രിങ്ക്സ് ആവശ്യപ്പെടാറില്ല എന്നതാണ്. വിമാനം നെതർലൻഡ്സ് പിന്നിട്ട് യൂറോപ്പിന്റെ കിഴക്കൻ ഭാഗങ്ങൾക്ക് മുകളിലൂടെ പറക്കുകയാണ്. ഞാൻ ഇനി ക്യാമറ ഓഫ് ചെയ്യാൻ തീരുമാനിച്ചു.